ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1-ാം സ്ഥാനം യേശുവിന്, 2-ാം സ്ഥാനം ഭാര്യയ്ക്ക്, 3-ാം സ്ഥാനം മക്കൾക്കും മാതാപിതാക്കൾക്കും. ചില ഭർത്താക്കന്മാർ തെറ്റു ചെയ്യുന്നത് കാണാം. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, അവരാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഇത്ര വർഷം വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് അവരല്ലേ. ഇത് ദൈവഹിതമല്ല പ്രിയമുള്ളവരെ. അപ്പനമ്മമാരെ സ്നേഹിക്കേണ്ടെന്നോ അവരോടുള്ള കടമകൾ നിറവേറ്റണ്ടോ എന്നല്ല അതിനർത്ഥം. തീർച്ചയായും മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ നമുക്ക് വേണ്ടത് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം ഭാര്യമാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം. ഒരു പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പല ചെറുപ്പക്കാരായ മക്കളും അവരുടെ മാതാപിതാക്കളും വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളെ അവജ്ഞയോടെ പെരുമാറുക, മക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യയെ അനുവദിക്കാതിരിക്കുക, പരസ്പരം അടുപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന വിചാരം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. കുടുംബം എന്നത് നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഓരോ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം താങ്ങും തണലുമായിരിക്കണം. അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം പോരാ, 2 പേരും വിചാരിക്കണം. എനിക്ക് പരിചയമുള്ള ഒരു മകളുണ്ട്. നല്ല പ്രാർത്ഥനയും ദൈവഭക്തിയുമുള്ള ഒരു മകളാണ്. ആ കുട്ടിയുടെ ഭർത്താവ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ വാങ്ങൂ. അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. അമ്മയ്ക്ക് അസുഖം വന്നാൽ അവൻ ഓടിപ്പോയി മരുന്ന് വാങ്ങിക്കൊടുക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇതൊക്കെ വേണ്ടത് തന്നെയാണ് പ്രിയമുള്ളവരെ. പക്ഷേ എന്തുകൊണ്ടാണ് ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊരു കെയറിങ് ഇല്ലാതെ പോകുന്നത്? സ്വന്തം വീട്ടിൽ റാണിയായി ജീവിച്ച് എല്ലാം ഇട്ടെറിഞ്ഞ് കല്യാണമെന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിന്റെ മണവാട്ടിയായി വരുന്ന മകളോട് നിനക്ക് എന്തും ചെയ്യാമെന്നോ? അങ്ങനെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ, ദൈവത്തിൻ്റെ ക്രോധം നിനക്കെതിരെ വരും. സൂക്ഷിച്ചുകൊള്ളുക. പല ആൺമക്കളെയും എനിക്കറിയാം. ഭാര്യമാരെ ചവിട്ടി തേക്കുന്നത് ഞാൻ കാണാറുണ്ട്. പെൺമക്കളെ താലോലിച്ച് വളർത്തി നിങ്ങൾക്ക് നൽകിയ മാതാപിതാക്കൾ ഇതറിയുമ്പോൾ അവരുടെ നെഞ്ചു പിടയും. അത് കർത്താവ് കൈക്കൊള്ളും. അമ്മമാരുടെ കടമയാണ് കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ പരിചയക്കാരിയായ മകൾ ദൈവഭക്തിയുള്ളത് കൊണ്ടാണ് അതെല്ലാം വർഷങ്ങളായി സഹിച്ചു നിൽക്കുന്നത്. ആ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും കർത്താവ് തീർച്ചയായും പ്രതിഫലം കൊടുക്കും. ഈ പ്രതിസന്ധിയിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ണുനീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.